പെട്ടെന്നാണ് സുഹൃത്തുക്കളെ സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ച. ഒരു 6 മണി 6:15 അടുപ്പിച്ചാണ് ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ രാവിലെ നടക്കാനാണ് പോയത്, കാരണം ജിമ്മിൽ പോയിട്ടില്ലായിരുന്നു. സോ കുറച്ച് നേരം നടന്ന കാര്യങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടാണ് ഞാൻ നമ്മെ ജോലിക്ക് ഞാനാണ് കൊണ്ടിട്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ വണ്ടി ഇന്ന് കംപ്ലൈൻറ്റ് ആയിരുന്നു. സോ അതിന് വർക്ക്ഷോപ്പിൽ നാളെ വരുന്നതിൽ ഞാനാണ് നമ്മെ കൊണ്ടിട്ട് വരുന്ന വഴി നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. ഒരു സാധനം തപ്പി നടക്കുകയാണ്. ആ സാധനം ഞാൻ കുറേ നേരം അന്വേഷിച്ചെടുക്കണം. ഫൈനലി ആ സാധനം കിട്ടിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ അമൂലിൻ്റെ സ്കിംഡ് മിൽക്ക്. ആക്ച്വലി നമുക്ക് ഓട്സ് ഒക്കെ കുതിർത്ത് വെച്ച് കഴിക്കാൻ നല്ല സാധനമാണ്. സോ അതൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറി കൂടെ മേടിക്കായിരുന്നു. അപ്പോൾ നമ്മുടെ കുറച്ച് ബായി ചേട്ടന്മാരൊക്കെ ഈ പച്ചക്കറിയും കൊണ്ട് പോകുന്ന വഴിക്കുണ്ടായിരുന്നു. ആ ക്യാരറ്റിൻ്റെ അഹങ്കാരം കണ്ടോ, കവറും കുത്തിത്തള്ളി പുറത്തെടുക്കുന്നുണ്ട്. സോ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് നമ്മൾ കിടക്കാനായിട്ടുള്ള പുട്ടും മുട്ടയൊക്കെ കഴിച്ച് നമ്മൾ അങ്ങനെ വയറ് നിറഞ്ഞിരുന്നപ്പോഴാണ് നമ്മുടെ പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞാൽ അവരുടെ കോളേജ് വരച്ചാൽ ഒന്നും നോക്കിയില്ല. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ അവരുടെ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഈ വഴി നല്ല പോകേണ്ട, നമുക്ക് പോകാനാണെങ്കിൽ വേറെ വഴിയൊക്കെ ഉണ്ട്. എവനാണെന്നുണ്ടെങ്കിൽ അംബാനിയെ ഭയങ്കര വിശ്വാസം. അതുകൊണ്ട് അംബാനിയുടെ പെട്രോൾ പമ്പ് ഇത് മാത്രമേ എണ്ണ അടിക്കൂ എന്നുള്ള ഭയങ്കര വാശിയായത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വഴിയൊക്കെ പോകേണ്ട അവസ്ഥ വന്നത്. സോ അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടുന്ന് ട്രാഫിക്കൊക്കെ, അതായത് ഗേറ്റിനോട്ട് ട്രാഫിക്കൊക്കെ താണ്ടി നമ്മൾ എങ്ങനെയൊക്കെ അംബാനിയുടെ പെട്രോൾ പമ്പ് നമ്മൾ അങ്ങ് എത്തിയിരിക്കുകയാണ്. അതായത് റിലയൻസിൻ്റെ പെട്രോൾ പമ്പ് നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ്. പോകുന്ന പോകേണ്ടതൊന്ന് ഫുൾ ടാങ്ക് എണ്ണ അടിക്കാനാണ്. അവിടെ പോയിട്ട് ചേച്ചി 250 രൂപയുടെ പെട്രോൾ എന്നാണ് അവൻ പറഞ്ഞത്. ആ ചേച്ചി വരെ ചമ്മിപ്പോയി. നമ്മൾ ഫുൾ ടാങ്ക് അല്ലെങ്കിൽ നമ്മൾ കാൽ ടാങ്കിന് താഴെ നിൽക്കുന്ന പെട്രോളൊക്കെ ഫിൽ ആക്കിയിട്ട് നമ്മൾ നേരെ അവിടെ അവൻ്റെ കോളേജിലേക്ക് വെച്ച് പിടിക്കണം. സുഹൃത്തുക്കളെ, നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് തണ്ണിമത്തൻ വണ്ടിയൊക്കെ പോകുന്നത് കണ്ടായിരുന്നു. തണ്ണിമത്തൻ കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. എടുത്ത് പൊട്ടിച്ച് കഴിക്കാനൊക്കെ തോന്നി. പിന്നെ അവർ നമ്മളെ പൊട്ടിച്ചാലോ എന്നുള്ള ചിന്ത കാരണം നമ്മൾ അത് എടുത്തില്ല. കുറേ നാൾക്ക് ശേഷം ഒരു കോളേജ് വരുന്നുണ്ടെന്ന് അറിയത്തില്ല. ഭയങ്കരമായിട്ടുള്ളൊരു പേടി, ടെൻഷൻ, വെപ്രോൾ, അങ്ങനെ പല സാധനങ്ങൾ മിന്നി പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വലിയ പഠിക്കുന്ന പിള്ളേരൊന്നും അല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കോളേജിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് കേസ് ഞങ്ങൾ കോളേജിനകത്ത് കയറിയത്. സോ അങ്ങനെ ഫൈനലി ഞങ്ങൾ കോളേജിനകത്ത് എൻ്റർ ആയിട്ടുണ്ട്. ഇവൻ്റെ HOD കാണാൻ പോയിട്ട് കുറേ നേരം ഞാൻ എനിക്ക് 1.5 മണിക്കൂർ കൊണ്ട് ഭയങ്കര പോസ്റ്റായിരുന്നു. സോ എൻ്റെ പോസ്റ്റിൻ്റെ ആ ഒരു ഇത് മാറാനാണെന്ന് ഒരു പയ്യൻ താഴെ നിന്ന് നല്ല അസലായിട്ട് വയലിനും കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ കുറേ നേരം നിന്ന്. എന്നാലും ഒരു 1.5 മണിക്കൂർ ശേഷമാണ് ഇവൻ്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി പുറത്തിറങ്ങി ഞങ്ങൾ കോളേജിൻ്റെ ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ ആ കോളേജിൻ്റെ ബാക്ക് സൈഡിലുള്ള ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുക. സോ അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് തിരിച്ച് വരുന്ന നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ വേണമല്ലോ. സോ കണ്ടന്റിന് വേണ്ടി ഞാൻ ആ വണ്ടി ഓടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ അവനെ കൊണ്ട് ഫോണൊക്കെ പൊക്കി പിടിപ്പിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് നേരിൽ കൂടെ കാണാൻ വരുന്നുണ്ടായിരുന്നു. സോ അത് നമ്മൾ നേരെ കാങ്ങള രവീസിലേക്ക് വന്ന് ഒരു ഫോൺ എടുക്കുന്നതിനെ പറ്റി കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടി കയറിയതാണ്. നമുക്ക് 2 പ്ലാനുള്ളത്, ഒരു ഐഫോണും ഒരു ഐക്യൂൻ്റെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വേണമായിരുന്നു. അതും കാര്യങ്ങളൊക്കെ തിരക്കി അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവരുടെ ടാറ്റ ബൈബാക്ക് പറഞ്ഞ് നമ്മൾ അവിടെ ഇറങ്ങി നമ്മൾ നേരെ പോയത് കാങ്ങള ഡെസിക്കുപ്പേക്കാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ അകത്ത് കയറി നല്ല കിടക്കുന്ന 2 വെറൈറ്റി ഷേക്ക്, അവക്കാടോ പ്ലസ് ഡേറ്റ്സ് ഒക്കെ നല്ല കിടക്കുന്ന 2 ഷേക്ക് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് എൻ്റെ പ്രോട്ടീൻ സോഴ്സായിട്ടുള്ള മുട്ടയുടെ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ്. നിങ്ങൾ ഇതുവല്ല അറിയുന്നുണ്ടോ? ഞാൻ അപ്പോൾ തന്നെ പോയി കുറച്ച് മുട്ടയൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടെ നേരെ വീട്ടിലേക്ക് പോയി ഗൈസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ആൻഡ് ബൈ ബൈ.